ഹലോ എവ്രി വൺ, ഞാൻ അനൂഫാണ്. ഞാൻ ഒരു പ്രൊഫഷണൽ നാച്ചുറൽ ബോഡി ബിൽഡറാണ്. അതുപോലെ തന്നെ 2024 ICN മിസ്റ്റർ ഇന്ത്യ പ്രോ കാർഡ് ഹോൾഡറാണ് ഇൻ ക്ലാസിക് ഫിസിക്. അതുപോലെ തന്നെ ഞാൻ ബോഡി ബിൽഡിംഗ് ആൻഡ് മെൻ ഫിസിക്കിലെ ഗോൾഡ് മെഡലിസ്റ്റുമാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് എൻ്റെ കറണ്ട് ബോഡി കണ്ടീഷൻ. കുറച്ച് നാൾ ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഡയറ്റും വർക്കൗട്ടും ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല രീതിയിൽ ബോഡിയിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 days നാച്ചുറൽ ട്രാൻസ്ഫർമേഷൻ ചെയ്യാനാണ്. ഡേ 1 മുതൽ 100 days വരെയുള്ള എൻ്റെ എല്ലാ വർക്കൗട്ട് സ്പ്ലിറ്റും ഡയറ്റും എൻ്റെ കറണ്ട് ബോഡി കണ്ടീഷനും എല്ലാം ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ യൂട്യൂബ് ചാനലിലൂടെ. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ലെഗിൽ തന്നെ തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. ലെഗിൽ ഫസ്റ്റ് ചെയ്തത് ബാക്ക് സ്ക്വാട്ടാണ്. ബാക്ക് സ്ക്വാട്ട് 5 sets ആണ് ഞാൻ ഇവിടെ ചെയ്തത്. കുറച്ച് നാൾ ചെയ്യാത്തത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മസിലൊക്കെ ടൈറ്റായിരുന്നു. അതുപോലെ വെയിറ്റ് ഒന്നും അത്രയ്ക്ക് പുഷ് ആവുന്നില്ല. എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് ഹാക്ക് സ്ക്വാട്ടായിരുന്നു. വളരെ ലൈറ്റ് വെയ്റ്റിൽ കൺട്രോൾഡ് മൂവ്മെൻ്റ് ആണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. 4 sets ആണ് ഞാൻ ചെയ്തത്. ഹാക്ക് സ്ക്വാട്ട് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എക്സസൈസ് ആണ്. ബാർബൽ സ്ക്വാട്ടിനെയും കാട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടം ഹാക്ക് സ്ക്വാട്ടാണ്. ഇതാണ് മഹേഷ്, എൻ്റെ വർക്കൗട്ട് പാർട്ണറാണ്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പേഴ്സണാണ്. അതേപോലെ തന്നെ നല്ല മോട്ടിവേറ്ററുമാണ്. റെസ്റ്റ് എടുക്കുന്ന ടൈമിലുള്ള ഫണ്ണാണ് നിങ്ങൾ ഈ കാണുന്നത്. നെക്സ്റ്റ് വർക്കൗട്ട് ഹാംസ്ട്രിങ് കേളാണ്. ഇവിടെ 5 sets ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് സെറ്റ് ഒരു ഡ്രോപ്പ് സെറ്റും കൊടുത്തായിരുന്നു. അടുത്തതായിട്ട് ഞാൻ ലെഗ് എക്സ്റ്റൻഷനാണ് ചെയ്തിരിക്കുന്നത്. അതും സിംഗിൾ ലെഗാണ്. സിംഗിൾ ലെഗിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ കോഴ്സ് ഡെവലപ്മെൻറ്റിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. 4 sets ആണ് ഞാൻ ഇത് ചെയ്തത്. വളരെ ടഫായിരുന്നു. കുറച്ച് നാൾ വർക്കൗട്ടൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട്. ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞ് അടുത്ത് ചെയ്തത് അഡക്ടർ അബ്ഡക്ടർ കോംബോയാണ്. ഇത് രണ്ടും ഞാൻ 4 sets വെച്ചാണ് ചെയ്തത്. വർക്കൗട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെച്ചിങ്. ഞാൻ എല്ലാ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ച് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ മസിൽ നല്ല സ്റ്റിഫായിട്ടും വളരെ പെയിൻഫുള്ളായിട്ടും എനിക്ക് ഫീൽ ആവാറുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞ് ഒരു 1/2 hour കാർഡിയോയും കൂടി ചെയ്ത് ഡേ 1 ഞാൻ അവസാനിപ്പിച്ചു.